യോഗയുമായി ബന്ധപ്പെട്ട വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഏത് ക്രിയ ചെയ്യണം എന്നുള്ളത്, ഏത് പ്രാണായാമം ചെയ്യണം എന്നുള്ളത്, ഏത് ആസനം പരിശീലിക്കണം എന്നുള്ളത്. ഒരുപാട് തരത്തിലുള്ള ക്രിയകൾ, മുദ്രകൾ, ബന്ധങ്ങൾ എല്ലാം ഈ യോഗ പദ്ധതിയിൽ അങ്ങനെ വ്യാപകമായിട്ട് കിടക്കുന്നുണ്ട്. ചില യോഗയിൽ, ഹഠയോഗയിൽ പ്രയോഗിക്കപ്പെടുന്ന ചില മുദ്രകളും പ്രാണായാമങ്ങളും അല്ല നമ്മൾ സാധാരണ തരത്തിലെ ഹംസവിദ്യ അല്ലെങ്കിൽ സിദ്ധവിദ്യ പരിശീലിക്കുന്നവർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത്രയും അധികം ഈ യോഗ പദ്ധതിയിൽ, പല യോഗ പദ്ധതികളിലായിട്ട് പലതരത്തിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത അത്ര ക്രിയകൾ, വളരെയധികം വ്യത്യസ്തമായ പ്രാണായാമങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരാൾ പരിശീലിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഏതാണ് ഒരു അന്വേഷകൻ, യോഗം പരിശീലിക്കുന്ന ആള് സ്വീകരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് എല്ലാവർക്കും സംശയമുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ ക്രിയകളും, കഴിയുന്നത്ര ക്രിയകളൊക്കെ സ്വായത്തമാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം ഈ യോഗ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നിട്ടും ഫലം കാണാത്തവരുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ യോഗവിദ്യകളെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടും പരമ്പരയായിട്ട് കൈമാറി കിട്ടിയുള്ള ചില തെറ്റിദ്ധാരണകൾ കൊണ്ടുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വിദ്യ കൊണ്ട് തന്നെ യോഗം നേടാൻ കഴിയും. ഈ യോഗ പദ്ധതിയിലത്തെ ഏതൊരു വിദ്യയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ നമുക്ക് യോഗം നേടാനുള്ള പ്രാപ്തിയുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് യോഗം നേടിത്തരാനുള്ള പ്രാപ്തിയുള്ളതാണ് ഏതൊരു ക്രിയയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു പ്രാണായാമവും നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പ്രാണായാമത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമമുണ്ട്, അനുലോമ വിലോമ പ്രാണായാമമുണ്ട്, അല്ലെങ്കിൽ ഭസ്ത്രികയുണ്ട്, അല്ലെങ്കിൽ കാപാലപാതി ക്രിയയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കുംഭകങ്ങളുണ്ട്. ഇതിങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രാണായാമങ്ങൾ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രാണായാമം തന്നെ സ്ഥിരമായിട്ട് പരിശീലിച്ചാലും നമുക്ക് ആ യോഗം നേടാൻ കഴിയും. ഇപ്പൊ നമ്മൾ നാഡീശുദ്ധി മാത്രം പരിശീലിക്കുകയാണെങ്കിൽ, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ തന്നെ യോഗം നേടാൻ കഴിയും. നമ്മൾ പിന്നെ ഭസ്ത്രികയും കാപാലപാതിയും അല്ലെങ്കിൽ മറ്റ് പ്രാണായാമങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സുദർശനക്രിയ അങ്ങനെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നാഡീശുദ്ധി മാത്രം പരിശീലിച്ചാൽ മതി, അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ സമയം അതിൽ ഇൻവോൾവ് ആയി കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിത്തിൻ എന്താ പറയാ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ആ ശരീരത്തിൽ അതിന്റെ വ്യത്യാസം കണ്ടു തുടങ്ങും, മനസ്സിൽ അതിന്റെ വ്യത്യാസം കണ്ടു തുടങ്ങും. നമ്മുടെ ഊർജപ്രവാഹം, ഉള്ളിലുള്ള ഊർജപ്രവാഹത്തിന്റെ അത് ഉത്തേജിപ്പിക്കപ്പെടുന്നതും അത് യോഗ അനുകൂലമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു ക്രിയ മതി. അതുപോലെ മുദ്രകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മുദ്രകളുണ്ട്. ഇപ്പം നമുക്കറിയാലോ, മഹാമുദ്ര അല്ലെങ്കിൽ മഹാഭേദമുദ്രയുണ്ട്. അങ്ങനെയുള്ള പല മുദ്രകളുണ്ട്. ബന്ധങ്ങൾ എടുക്കുകയാണെങ്കിൽ മഹാബന്ധമുണ്ട്, മൂലബന്ധമുണ്ട്. മുദ്രകളുടെ കാര്യത്തിൽ ഞാൻ മുഴുമിപ്പിച്ചില്ല. മുദ്രകള് ഒരുപാട് തരത്തിലുള്ള മുദ്രകളുണ്ട്. അശ്വനി മുദ്രയുണ്ട്, ശാംഭവി മുദ്രയുണ്ട്, അങ്ങനെ ഒരുപാട് മുദ്രകളുണ്ട്. ഇതിൽ നമ്മൾ അശ്വനി മുദ്ര മാത്രം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ചില ആളുകൾക്ക് അതായിരിക്കും ഉപയോഗപ്പെടുക. അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ അത് യോഗം കിട്ടും. അല്ലെങ്കിൽ ശാംഭവി മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് മാത്രം പ്രാക്ടീസ് ചെയ്യുമ്പോൾ യോഗം കിട്ടും, യോഗം നേടാൻ കഴിയും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങളുണ്ട്. മൂലബന്ധമുണ്ട്, ഉഡ്യാന ബന്ധമുണ്ട്, ജലാന്തര ബന്ധമുണ്ട്, മഹാബന്ധമുണ്ട്, മഹാഭേദമുണ്ട്. ഇതെല്ലാം കൂടി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മൂലബന്ധം മാത്രം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് യോഗം നേടാൻ കഴിയും. അല്ലെങ്കിൽ ജലാന്തര ബന്ധം കൊണ്ട് മാത്രം യോഗം നേടാൻ കഴിയും. അതല്ലെങ്കിൽ ഉഡ്യാന ബന്ധം കൊണ്ട് മാത്രം യോഗം നേടാൻ കഴിയും. അത് ഏത് ആണോ നമ്മളുടെ ഉള്ളിലുള്ള ഊർജ നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ നാഡികളുടെ വിന്യാസത്തിന് അനുസരിച്ച് അത് ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും. ഒരു ക്രിയ ആയിരിക്കും നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു ക്രിയ. അത് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാ
ക്രിയകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ ക്രിയകളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിയയിൽ നമുക്ക് ഊർജ പ്രസരണം നല്ല രീതിയിൽ എത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ആ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും, മനസ്സിന് സ്വാസ്ഥ്യം തോന്നും, ശാന്തി തോന്നും. അപ്പോൾ ആ ക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതാണ് നമുക്ക് അനുയോജ്യമായ ക്രിയ. അപ്പോൾ ഈ ക്രിയകളെല്ലാം ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തമായ ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ, അവർക്ക് അനുയോജ്യമായ ക്രിയ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാൾ തന്നെ ഈ എല്ലാ ക്രിയകളും എല്ലാ സമയത്തും പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ല. അതിന്റെ ആവശ്യമില്ല ശരിക്കും. അത് തന്നെ അനാവശ്യമായിട്ടുള്ള സമയനഷ്ടമാണ് ഉണ്ടാക്കുക, ഊർജ നഷ്ടമാണ് ഉണ്ടാക്കുക. എല്ലാം കൂടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾക്ക് അനുയോജ്യമായ ക്രിയ ഏതാണ്, നമ്മളുടെ ശരീരഘടനയ്ക്കും ഊർജ വിന്യാസത്തിനും നാഡികളുടെ വിന്യാസത്തിനും അനുയോജ്യമായ ക്രിയ ഏതാണ്, ഏത് ചക്രത്തിലാണ് നമ്മളുടെ എനർജി ബ്ലോക്ക്, അതിനൊക്കെ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള മുദ്ര അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബന്ധം, അതിനനുസരിച്ചിട്ടുള്ള പ്രാണായാമമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് കൂടെ തന്നെ നമുക്ക് യോഗം നേടാൻ കഴിയും. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ നാഡീശുദ്ധി മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു ആസനവും നിങ്ങൾ പരിശീലിക്കേണ്ടതില്ല, വേറെ ഒരു സർക്കസും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നാഡീശുദ്ധി മാത്രം പരിശീലിച്ചാലും യോഗം കിട്ടും. എന്തിനധികം, നമ്മൾ പത്മാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ, പത്മാസനത്തിലിരുന്ന് ധ്യാനം ചെയ്താൽ തന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് ആ യോഗം ലഭിക്കും. ആ ആസനത്തിന്റെ പ്രത്യേകതയാണത്, സിദ്ധാസനം. ആ ആസനത്തിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ക്രമേണ നമ്മൾ യോഗത്തോടടുക്കും. അങ്ങനെ ഓരോ ആളുകൾക്കും അനുയോജ്യമായ ക്രിയ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഉള്ളതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ക്രിയകളും ആസനങ്ങളും മുദ്രകളും ഒക്കെ ഈ യോഗ പദ്ധതിയിൽ ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അന്വേഷി ചെയ്യേണ്ടത് ഇതെല്ലാം ഓരോന്നായിട്ട് പരിശീലിച്ച് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ക്രിയ ഏതാണെന്ന് കണ്ടെത്തലാണ്. ഏത് പ്രാണായാമമാണ്, ഏത് മുദ്രയാണ്, അല്ലെങ്കിൽ ഏത് ബന്ധമാണ്. ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മുദ്രകളുടെയോ പ്രാണായാമങ്ങളുടെയോ കോമ്പിനേഷനും ചെയ്യേണ്ടി വരും, സംയോജിപ്പിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് മതി. അതൊക്കെ നമ്മൾ സ്വയമാണ് കണ്ടെത്തേണ്ടത്. ഒരു ഗുരുവിന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാൻ മാത്രമാണ് ഒരു ഗുരുവിന് കഴിയുള്ളൂ. ഇത്രയൊക്കെ ക്രിയകളുണ്ട്, ഇതെല്ലാം പ്രാണായാമങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മുദ്രകളുണ്ട്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്താൻ ഒരു ഗുരുവിന് കഴിയും. അത് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശീലിച്ച് നമ്മളെ തന്നെ നിരീക്ഷിച്ച് ഏറ്റവും അനുയോജ്യമായ ക്രിയ ഏതാണ് നമുക്ക് എന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നാണ് മാറ്റം ഉണ്ടാവുക. ഈ യോഗം സിദ്ധിക്കാൻ നമ്മൾ വർഷങ്ങളോളം അല്ലെങ്കിൽ ജന്മങ്ങളോളം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായ ക്രിയയിലാണ് നമ്മൾ എത്തിച്ചേരുന്നതെങ്കിൽ, കൃത്യമായ രീതിയിലാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ വിത്തിൻ ഡേയ്സ് വരെ നമുക്ക് യോഗം നേടാനുള്ള വിദ്യകൾ യോഗ പദ്ധതിയിലുണ്ട്. കുറേ ഇങ്ങനെയുള്ള ക്രിയകൾ പൊതുവെ പറയപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പല പുസ്തകങ്ങളിലും ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. എന്നാൽ സൂക്ഷ്മമായിട്ട് അത്ര തന്നെ പരസ്യമല്ലാത്ത രഹസ്യമായ ക്രിയയുണ്ട്. അത്ര പവർഫുൾ ആയിട്ടുള്ള ക്രിയകൾ പോലും ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ക്രിയ മാത്രം ചെയ്താലും യോഗം നേടാൻ പറ്റുന്ന രഹസ്യമായിട്ടുള്ള ക്രിയകളുണ്ട്. ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഈ ക്രിയകൾ അതായാലും മതി, വളരെ ഒരു ദോഷവും ഇല്ലാതെ തന്നെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അത് മാത്രം പരിശീലിച്ചാലും നിങ്ങൾക്ക് യോഗം ലഭിക്കും. അപ്പൊ അത് ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് നമ്മളുടെ മാത്രം കടമയാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഒരു ശ്രമം അതിലുണ്ടാവണം. അതിന് ഈ ഒരു മനസ്സിലാക്കൽ അതിന് നിങ്ങളെ സഹായിക്കും. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ഇങ്ങനെ വിദ്യകൾ അന്വേഷിച്ച് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അടുത്ത ഗുരു എന്ന് രീതിയിൽ നിങ്ങൾ അലഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യമില്ല. കിട്ടിയ ക്രിയ തന്നെ അതിൽ ഫോക്കസ് ചെയ്യുക, ശ്രദ്ധിക്കുക, നമ്മൾ ആത്മപരിശോധന നടത്തുക, അത് കംഫർട്ടബിൾ ആണോ നോക്കുക, അതിൽ തന്നെ ഊന്നി നിൽക്കുക. ഉറപ്പായും നിങ്ങൾക്ക് യോഗം ലഭിക്കും. നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.